ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്വന്തം റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. സ്ട്രക്ചർ മാത്രം 14 ലക്ഷമാണ് ചെലവായിട്ടുള്ളത്. ബാക്കി ഇന്റീരിയർ ചെയ്യാനൊക്കെ വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പക്ഷെ സ്ട്രക്ചറിന് വെറും 14 ലക്ഷമാണ് വന്നിട്ടുള്ളത്. 1 BHK ഉള്ള ഒരു വീട് 4 BHK ആയിട്ട് കൺവേർട്ട് ചെയ്താണ്. അതും ബാൽക്കണിയും എല്ലാ സൗകര്യങ്ങളും അടക്കം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പഴയ വീടും ഇപ്പൊ കാണുന്ന വീടും കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ഒരു വീട് പണ്ടുള്ളത് പോലെ തോന്നുകയില്ല. ഈ സൈറ്റ് ഹാൻഡിൽ ചെയ്തിരുന്നത് അനീസാണ്. അതുകൊണ്ട് തന്നെ അനീസാണ് ഇന്നത്തെ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് അരിപ്രയിൽ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു റിനോവേഷൻ പ്രൊജക്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിക്കാം, സൈഡിൽ കാണിക്കാം. ഒരു 1 BHK ചെറിയൊരു വീടാണ് ഈ സൈറ്റിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വീടിനെ ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അധിക ചെലവുകളൊന്നുമില്ലാതെ ഒരുപാട് പൊളിക്കലുകളോ ഒരുപാട് മറ്റു വർക്കുകളോ ചെയ്യാതെ വളരെ എക്കണോമിക്കലായ രീതിയിലാണ് നമ്മൾ ഈ വീട് ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത്. നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ പഴയ വീടിന്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആ ഒരു വീട്ടിൽ നിന്നും, ആ ഒരു 1 ബെഡ്റൂം 1 BHK വീട്ടിൽ നിന്നും ഇതിപ്പോ 4 BHK വീടായിട്ടുണ്ട്. ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ആകെ ചെലവായിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലക്ഷം രൂപയാണ്. 14 ലക്ഷം രൂപയിൽ താഴെ രൂപയ്ക്ക് നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് കംപ്ലീറ്റ് ഫുൾ ഫിനിഷ് അല്ല, സ്ട്രക്ചർ ഫിനിഷിന്റെ കാര്യമാണ് പറയുന്നത്. അപ് ടു പ്ലാസ്റ്ററിംഗ് ലെവലിൽ നമുക്ക് ആകെ ചിലവായ എമൗണ്ട് 14 ലക്ഷം രൂപയാണ്. അതിൽ സാധാരണ റിനോവേഷൻ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പൊളിച്ച് കൂട്ടിച്ചേർക്കലുകൾ, ഒരുപാട് അല്ലെങ്കിൽ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് ഒരു എക്സ്ട്രാ ബീമുകൾ, പില്ലറുകൾ, കോളംസ് ഒക്കെ കൊടുത്തിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുക. ഇതിൽ നമ്മൾ ഒരു കോളം പോലും നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടില്ല, ഒരു ബീം പോലും നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടില്ല. ആ സ്ട്രക്ചറിൽ മുമ്പ് ഇവിടെ ചെറിയൊരു പഴയ തറ ഉണ്ടായിരുന്നു. ആ ഒരു തറ പോലും നമ്മൾ ഇതിലോട്ട് അക്കോമഡേറ്റ് ചെയ്തിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ആൾട്ടറേറ്റ് ചെയ്ത അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത വീടാണെന്ന് ആരും പറയില്ല. നമുക്ക് ഈ വീടിന്റെ ഉടമസ്ഥൻ ബഷീർക്ക് നമ്മുടെ കൂടെയുണ്ട്. ബഷീർ ഖാന്റെ ഒരു ഡെഡിക്കേഷൻ, ഈ സ്വന്തം വീടായതുകൊണ്ടും ആൾ ഫുൾ ടൈം ഇവിടെ ഉള്ളതുകൊണ്ടും ആൾ ആത്മാർത്ഥമായിട്ട് ഓരോ ഫുൾ ടൈം സൈറ്റിൽ നിന്ന് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടും കൂടിയാണ് ഈ വീട് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മളിപ്പോൾ ഈ സൺഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ബാൽക്കണി, ഇതിന്റെ ഓരോ ലെവലുകളിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അതിന്റെ ഡ്രോയിങ്സും കൊടുക്കും. ചെയ്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ബഷീർ ഖാൻ വീഡിയോക്ക് സ്വാഗതം ചെയ്യാം. അയാളുടെ എക്സ്പീരിയൻസ് നിങ്ങളെ വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലയന്റ് ബഷീർ ഖാൻ നമ്മുടെ കൂടെയുണ്ട്. ആളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ വീട് ഒന്ന് ഉണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ അനീസ് ആൻഡ് ഷമീൻ അവർ രണ്ടുപേരുടെ കോൺസ്ട്രോ കൺസ്ട്രക്ഷന് അങ്ങനെ പറഞ്ഞപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ തുടക്കം വെച്ചു. പിന്നെ ഞങ്ങൾ ഈ പ്രകാരം വീട് വേണമെന്ന്. അപ്പൊ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അതുമാതിരിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ബിക്കോസ് സംതിങ് ഡിഫറെന്റ്. പക്ഷെ അവര് അത് ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി വീട്. പിന്നെ അവർ സ്റ്റേജ് വൈസ് ആയിട്ട് ഡ്രോയിങ്സ് തന്നു, എവിടെ ബീം വരണം, എവിടെ പില്ലർ വേണം, എങ്ങനെ ലോഡ് ബെയറിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ചെയ്തു തന്നു. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്തു.
അവർ ഒവ്വൊരു സമയത്തും അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നു. അങ്ങനെ വീട് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വീട് വന്നിട്ട് ഓൾറെഡി ഒരു ചെറിയ വീട് ഉണ്ടായിരുന്നു. അതിനെ വന്നിട്ട് മോഡിഫൈ ചെയ്ത് റിനോവേഷൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു പഴയതിന്മേ ഏച്ചാൽ മുഴച്ചിരിക്കുന്നു. പക്ഷെ അത് അവരൊരു ചാലഞ്ച് ആയിട്ട് തന്നെ എടുത്തു. ചാലഞ്ച് ആയിട്ട് എടുത്ത് ഇപ്പൊ കണ്ടാൽ പറയില്ല അവിടെ പഴയ വീട് ഉണ്ടായിരുന്നു എന്ന്. അതുമാതിരി ചെയ്തവരാണ്. വെരി കോഓപ്പറേറ്റീവ്, വെരി നല്ല ആൾക്കാരായിരുന്നു എഞ്ചിനീയേഴ്സ്. എനിക്ക് ഒരു കഷ്ടം അറിഞ്ഞില്ല. വീട് സൂപ്പർവൈസ് ചെയ്തു, ദാറ്റ്സ് റൈറ്റ്. ബട്ട് അവരെ ബാക്കപ്പും അവരെ ഇതില്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക്. അവരെ കഴിവ് പറയണ്ട. ഒരു പുതിയ വീട് വെച്ച മാറ്റമുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പുതിയ വീടാണെന്ന്. പഴയ വീടുള്ളത് തന്നെ അറിയില്ല. വീടിന്റെ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇവിടുത്തെ മോന് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ നാട്ടിലെ ഫാബ്രിക്കേറ്റേഴ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് സ്ക്വയർ ട്യൂബ് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മുകളിൽ സപ്പോർട്ടില്ല, താഴെ മാത്രമാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പണിക്കാർ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ക്ലയന്റ് അവർ തന്നെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ്. എന്തായാലും സിമ്പിളായിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈവേ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള 4 മീറ്റർ വൈഡിൽ ഒരു വഴി കടന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ആ വീട് ഇതെല്ലാം ഇത് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ഇവിടെ പഴയ ലാറ്ററൈറ്റ് വാളായിരുന്നുണ്ടത്. നമ്മൾ ഈ വീടിന് നമ്മൾ 3D ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ലാറ്ററൈറ്റ് വാളൊക്കെ അതേപോലെ കാണിച്ചിരുന്നു. പിന്നെ അവർ പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലായിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെടികൾ വെക്കാനുള്ള ഒരു സ്പേസ് ഇത് റിട്ടേണബിൾ ആയതുകൊണ്ട് തന്നെ 2 സ്റ്റെപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു സ്പേസ് കൂടെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ ചെടികളൊന്നും കൊടുത്തിട്ടില്ല, നല്ല വെയിലാണ് ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് അതും കൂടെ ചെയ്യാറുണ്ട്. അതും കൂടെ വരുമ്പോൾ ഡ്രൈവേക്ക് കൂടെ നല്ല മനോഹരമായിട്ടൊരു വ്യൂ വരും. ഇനി നമുക്ക് അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ പഴയ വീടിൻ്റെ കോലം ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മെയിൻ റോഡിൽ നിന്നുള്ള റോഡ് വരുന്നത്. മെയിൻ റോഡല്ല, പഞ്ചായത്ത് റോഡാണ്. അതിൽ നിന്ന് വീട്ടിലേക്കുള്ള റോഡ് ഇങ്ങനെ വരുന്നത്. സൈഡിൽ ഇവിടെ ഒരു വീടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീട് ഇങ്ങനെയുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ മുറ്റം കഴിഞ്ഞിട്ട് പഴയ തറ ഉണ്ട് ഇവിടെ. അന്ന് അവർ വീടുണ്ടായിരുന്ന സമയത്ത് ഇത്രയും തറ ഉണ്ടായിരുന്നു. അവരവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ തറൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഉള്ളത്. ആ ഒരു വീടിനെ ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് പൊളിക്കലുകൾ കൂടുതലായിട്ട് ഒന്നും നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇവിടെ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്ലോപ്പ് സൺറൂഫായിരുന്നു ഉണ്ടായിരുന്നത്. സ്ലോപ്പഡായിട്ടുള്ള സൺഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അതേപോലെ പഴയൊരു സിറ്റൗട്ടും ഒരു പഴയ രീതിയിലുള്ള സിറ്റൗട്ട് ഉണ്ടായിരുന്നു. ആ സിറ്റൗട്ടിൻ്റെയും ഈ സൺഷെയ്ഡിൻ്റെയും ആ സ്ലോപ്പഡായിട്ടുള്ള ചെറിയ സ്ലാബ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. അതുപോലെ ആ സൈഡിൽ ചെറിയൊരു സൺഷെയ്ഡ് ഉണ്ടായിരുന്നു. ഈ സൺഷെയ്ഡുകളല്ലാത്ത വേറെ ഈ പഴയ വീടിൻ്റെ ഒന്നും നമ്മൾ ഡെമോളിഷ് ചെയ്യുകയോ അങ്ങനെ വേറെ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഇവിടെ കൊടുക്കുന്നതാണ്. ഇവിടെ പഴയ ചെറിയ സൺഷെയ്ഡ് ഉണ്ടായിരുന്നത് പൊളിച്ച് കളഞ്ഞിട്ട് ഈ ബോക്സ് ഇവിടെ കൊടുത്ത് ഇവിടെ ഒരു പ്ലാന്റർ ബോക്സും കൊടുത്തതോടുകൂടി ഈ വിൻഡോയുടെ ഷട്ടറുകൾ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു എലഗൻസ് ആയിട്ടുള്ള ഒരു ഇത് വന്നു. അതുപോലെ തന്നെ ഈ സിറ്റൗട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പഴയ രീതിയിലുള്ള സ്ലോപ്പഡായിട്ടുള്ള സൺഷെയ്ഡായിരുന്നു. ആ സ്ലോപ്പായിട്ടുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് അപ്പോൾ ആ സ്ലോപ്പിന് പ്രൊഡക്ഷനും കുറവായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം ഈ സ്റ്റെപ്പിലൊക്കെ വെള്ളം പെയ്യുമ്പോൾ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു 1.1 മീറ്റർ ഇങ്ങോട്ട് കാൻഡിലിവറായിട്ട് കൊടുത്തിട്ടാണ് ഈ സൺഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിലോട്ട് വെള്ളം തെറിക്കുന്ന കംപ്ലൈൻറ്റുകളും കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി ക്ലയൻറ്റിൻ്റെ കൂടെ റിക്വയർമെൻ്റ് ആയിരുന്നു. അവർക്ക് ഈ സൺഷെയ്ഡ് ഇത്രയും വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസൈൻ അവർക്ക് അതിനത്ര കമ്പി വേണം കാര്യങ്ങളൊക്കെ അതിന് സ്റ്റേബിളായിട്ടുള്ള ഈ എക്സ്ട്രാ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇത് ആ രീതിയിൽ ഡിസൈൻ ചെയ്തതോടുകൂടി ഇത് കാണാൻ മനോഹരമായി ഫങ്ഷനിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അത് പഴയ ബെഡ്റൂമും ഇവിടെ സിറ്റൗട്ട് അതിൻ്റെ ബാക്കിൽ ഹാളുമായിരുന്നു ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഭാഗം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തെടുക്കുമ്പോൾ ഈ വർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഡിസൈനായിരുന്നു. ഈ ബ്രിസ്റ്റിൻ്റെ വർക്ക് ഇത് ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. ഇതിന് ബാക്കിൽ ആക്ച്വലി നേരെ ഡൈനിങ് ഹാളല്ല, ഇവിടെ കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഗ്ലാസ് നമുക്ക് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഉള്ളിലോട്ട് ഇഷ്ടംപോലെ സൺലൈറ്റ് ഇഷ്ടംപോലെ വെളിച്ചം നന്നായിട്ട് കിട്ടും. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് എയർ സർക്കുലേഷൻ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ കാറ്റ് വരുന്നത് കൂടി തന്നെ നമുക്ക് അടുത്തൊരു ശല്യം വരുന്നതാണ് പ്രാണി, അതുപോലെ പാറ്റ, ചെറിയ ജന്തുക്കളൊക്കെ ഉള്ളിലോട്ട് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീഡിയോയിൽ കാണില്ല, അവിടെ ഒരു മൊസ്കിറ്റോ മെഷ് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളിലൊരു ഇൻഡോർ ഒരു ആർട്ടിഫിഷ്യൽ കോർട്ട്യാർഡും ആർട്ടിഫിഷ്യൽ ലോണെല്ലാം കൊടുത്ത് ടർഫ് കൊടുത്തിട്ടുള്ള ചെറിയ കോർട്ട്യാർഡും പുറത്ത് നമ്മൾ ഈ രീതിയിൽ ചെറിയ പ്ലാന്റ് ബോക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മുകളിലായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പഴയ ഈ താഴത്തെ ഹാളിൻ്റെ മുകളിലായിട്ട് ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൻ്റെ മുകളിലുള്ള ഈ ഓപ്പൺ ബാൽക്കണി കൂടാതെ ഇവിടെ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ വരുന്ന ഏരിയ ഫസ്റ്റ് ഫ്ലോറിലൊരു ബാൽക്കണി പോലെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇത് ആക്ച്വലി
അവരൊരു സ്റ്റഡി ഏരിയ, അവർ പിന്നെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അവർ ടെക്കീസാണ്. അപ്പോൾ അവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ വരുന്ന സമയത്ത് വർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് പോലെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതിൽ CNC കട്ട്, ഈയുടെ വുഡ് ആൻഡ് ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ടൈല്, അതിൻ്റെ ബാക്കിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ വെന്റിലേഷന് വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം എയർ വെന്റിലേഷൻ കിട്ടും. അവിടെ അവർക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ സിറ്റൗട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഇവിടെ പഴയ രീതിയിലുള്ള ഒരു സിറ്റൗട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ ചെറിയൊരു 1 മീറ്റർ വീതിയിലുള്ള ചെറിയൊരു ഓപ്പണിങ്സും പിന്നെ ഇതേപോലെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചായിരുന്നു ഇവിടെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ള പഴയ കാലത്തെ ഒരു തിണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് നമ്മൾ പൊളിച്ചു മാറ്റിയതോടുകൂടി ഇത് വിശാലമായിട്ടുള്ള സിറ്റൗട്ട് നമുക്കിവിടെ ലഭിച്ചു. അത് വീട്ടിന് നല്ലൊരു ഭംഗിയും നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ലാപ്പോത്ര ഗ്രാനൈറ്റുള്ള ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. ആ ആദ്യത്തെ സ്റ്റെപ്പിന്റെ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതാണ് പ്ലാന്റർ ബോക്സ് ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ ഇത് എക്സ്ട്രാ ചെയ്തെടുത്തതാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, ഈ സിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ സിറ്റിംഗ് സ്പേസ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇൻഡോർ കോർട്ട്യാർഡിലോട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ നമ്മൾ വിൻഡോ ഒന്ന് റീഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇതിനെ പഴയ വിൻഡോ മാറ്റിയിട്ട് പുതിയ വിൻഡോ, കാലികമായിട്ടുള്ള ഒരു വിൻഡോ ആയിട്ട്, അതേപോലെ ഡോറിന്റെ ഷട്ടറുകൾ നമ്മൾ പുതിയ രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ്. ഡോറ് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഡോറിൽ നമ്മൾ വളരെ കുറച്ച് ഹൊറിസോണ്ടൽ ഗ്രൂസ്, 3 mm ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കുറച്ച് ഗ്രൂസും ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മദർ സൺ എന്ന രീതിയിൽ, ഇത് ഒരു 70, ഇതൊരു 30 എന്ന രീതിയിലാണ് നമ്മൾ ഈ ഡ്രോറിന്റെ ഓപ്പണിങ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പഴയ വീടിന്റെ ഒരു ടച്ചും ഇവിടെ നമ്മൾ അവശേഷിപ്പിച്ചിട്ടില്ല. എല്ലാം പുതിയ രീതിയിലേക്ക് മാറ്റിയെടുത്തു. ഇത്രയും സംഭവങ്ങളാണ് പുതുതായിട്ട് ഇവിടെ ചെയ്തെടുത്ത മാറ്റങ്ങൾ. ഈ ഷൂറാക്കും ഈ സിറ്റിംഗ് ഏരിയ നമ്മൾ എക്സ്ട്രാ ചെയ്തെടുത്തതാണ്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ. ഇത് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഏരിയ തന്നെയാണ്. അതിന്റെ ഫ്ലോർ ടൈല് കംപ്ലീറ്റ് അവർ മാറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതായിരുന്നു ഇവിടുത്തെ പഴയ കിച്ചൺ. ഈ പഴയ കിച്ചണെ അവർക്ക് എന്തായാലും കിച്ചൺ ഒന്ന് റെനോവേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വാസ്തു പ്രകാരം അത് നമ്മൾ കിച്ചൺ പുതിയതായിട്ട് ചെയ്ത ഹാളിന്റെ ബാക്കിലോട്ട് കിച്ചൺ മാറ്റിയിട്ട് ഇത് നമ്മളൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. അതേപോലെ ഇത് ഇവിടെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ ക്ലയന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണ്. ഇവിടെ പഴയ രീതിയിലുള്ള ഒരു അലമാരയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒഴിവാക്കിയിട്ടൊരു TV യൂണിറ്റ് കൊടുത്തോടുകൂടി ഈ ലിവിങ്ങിന് നല്ല ഒരു എലഗന്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ റൂമിൽ നമ്മൾ ആകെ ചെയ്തിട്ടുണ്ടായിരുന്ന മാറ്റം, ഈ വീട് ആകെ ഈ വാള് വരെയായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു. അപ്പൊ ഈ ഒരു വിൻഡോ നമ്മൾ ഇവിടുന്ന് ഡെമോളിഷ് ചെയ്തെടുത്തതോടുകൂടി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നമുക്കൊരു ആർച്ച് ഓപ്പണിങ്സ് കിട്ടി, റെക്ടാംഗിൾ ആയിട്ടുള്ള ഓപ്പണിങ്സ് കിട്ടുകയും ചെയ്തു. ഈ വിൻഡോ നമ്മൾ അതേപോലെ അവിടെ ഹാള്, ഇത് പുതിയ ഹാളാണ്, ഡൈനിങ് ഹാള്, അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത വിൻഡോ വേസ്റ്റ് ആയതുമില്ല, അവിടുത്തെ വിൻഡോ അത് കിട്ടുകയും ചെയ്തു. ഈ ഒരു ഏരിയക്ക് നല്ലൊരു ലുക്ക്, ഒരു എലഗന്റ് ലുക്ക് കൈവരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള സോഫ സെറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇതിനെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ്, വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ഇൻഡോർ പ്ലാന്റ്സ് കൂടി സെറ്റ് ചെയ്തതോടുകൂടി ലിവിംഗും ഡൈനിങ്ങും മനോഹരമായ രീതിയിൽ അങ്ങനെയാണ് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ടൈൽസ് മാറ്റിയൊട്ടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ടോയ്ലറ്റ് പുതിയ ടോയ്ലറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇതാണ് ഇവിടുത്തെ ഗൃഹനാഥന്റെ ബെഡ്റൂം. ഇതിലൊന്നും കാര്യമായിട്ടുള്ള ഇന്റീരിയർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ആഷ് കളറാണ്, ഒരു സിൽവർ ആഷ് കളറിൽ ഷൈനിങ് ആയിട്ടുള്ള. ഇവിടെ ക്ലോത്ത് കർട്ടണും ഇവിടെ സെയിം കളറിൽ പാറ്റേണിൽ വരുന്ന സീബ്ര കർട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ കളർ മാച്ചിങ് ആയിട്ടുള്ള അതേ സെയിം മൈക്ക ഫിനിഷ് ആണ് വാർഡ്രോബിലും നൽകിയിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള കോട്ടാണ്. ഒരു ഡബിൾ ബെഡ് കോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ടോയ്ലറ്റും പഴയ സൈസിലുള്ള പഴയ ടോയ്ലറ്റ് തന്നെയാണ്, പക്ഷെ അത് വളരെ നല്ല മനോഹരമായ രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഴയ കിച്ചൺ മാറ്റിയിട്ട് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമായി മാറ്റിയെടുത്ത അതിന്റെ കാഴ്ചകൾ കാണാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. ഇത് ഇവിടുത്തെ പഴയ കിച്ചൺ ആയിരുന്നു. ആ കിച്ചണിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റാക്ക് മുമ്പ് ഉണ്ടായിരുന്ന റാക്കാണ്. അപ്പൊ അതിന്റെ മുകളിലാണ് സ്റ്റോറേജ് നൽകിയിട്ടുള്ളത്. ഇതിന് താഴെയായിട്ട് ഈ രീതിയിൽ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡെല്ലാം നേരത്തെ കളറിന് ആ കളർ തീമിനോട് മാച്ച് ആവുന്ന, എന്നാൽ വേറെ ഒരു ടെക്സ്ചറാണ്, പക്ഷെ കളർ തീം അതിനോട് മാച്ച് ആവുന്ന രീതിയിലാണ്
കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടേബിള്, മിറർ, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ഇവിടുന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ കോമൺ ടോയ്ലറ്റിലേക്ക് ഇവിടുന്ന് ഒരു ആക്സസ് കൊടുത്തതാണ്. ഇവിടെ ഗസ്റ്റ് ഉണ്ടാവും മാത്രമേ ബെഡ്റൂം ഉപയോഗിക്കുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന് ഡബിൾ ഡോർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ ഇനി നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പുതുതായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തെടുത്തൊരു ഡൈനിങ് സ്പേസ് ആണ്. ഈ ഡൈനിങ് സ്പേസിൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കോർട്ടിയാർഡ്, ഇൻഡോർ സ്പേസ് കോർട്ടിയാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുൾ ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പോർഷൻ സ്വിംഗ് ഡോർ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും ഇത് ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആക്ച്വലി നമ്മൾ ഇവിടെ സ്കൈലൈറ്റ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ്റനൻസ് ഇഷ്യൂ പറഞ്ഞ് ക്ലയന്റ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഏരിയ ആണ്. ഒരു 1.5 മീറ്റർ വീതിയിൽ, ഒരു 3 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ ചെറിയൊരു കോർട്ടിയാർഡ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ നല്ലൊരു ഒരു ലുക്ക് ഈ വീടിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ, അതാണ് മെയിൻ ആയിട്ട്. ഇവിടുന്ന് ധാരാളം വെളിച്ചവും കാറ്റും ഇങ്ങോട്ട് യഥേഷ്ടം കടന്നു വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മൊസ്കിറ്റോ മെഷെല്ലാം കൊടുത്ത് സെക്യൂർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിൻ്റെനൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ഗ്രാസ് ആകുമ്പോൾ അതിന് മെയിൻ്റെനൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള്. ഇത് നല്ലൊരു ഏരിയ, നമ്മൾ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം അവിടെ മുതൽ ഇത്രയും ഏരിയ നമ്മുടെ ഡൈനിങ് ഹാളിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഇത് ഇവിടെ ആക്ച്വലി മുമ്പ് പഴയ തറ ഉണ്ടായിരുന്നു. അപ്പൊ ആ തറയെ കുറച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ആൾട്ടർ ചെയ്തിട്ടാണ്, അധികം കോസ്റ്റ് ചെലവാക്കാതെയാണ് ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇത് ഇവർക്കൊരു ഫാമിലി ലിവിംഗ് ആയിട്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആക്ച്വലി ഇവിടെ ഡൈനിങ് ടേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞാലും ഇവിടെ ഇത്രയും സ്പേസ് ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കോർണറിലോട്ടോ അല്ലെങ്കിൽ ഈ ലെങ്ത്തിലോ മാറ്റിയിട്ട് ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് ഒരു കൗച്ച് കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദ വേ ആണ്. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കോർട്ടിയാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ടാവും. അവർ ഫാമിലി ആകുമ്പോൾ അവർക്ക് സംസാരിച്ചിരിക്കാനും ഗസ്റ്റ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഫാമിലി ലിവിംഗ് കം ഡൈനിങ് എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സാധാരണ ഒരു വീടിന്റെ ഒക്കെ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരുപാട് ഡോറുകൾ ഉണ്ടാവും. ബെഡ്റൂമിലേക്ക്, കിച്ചണിലോട്ട്, അങ്ങനെയൊക്കെ ഡോറുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഒരു ഡോർ പോലും ഇവിടുന്ന് എവിടേക്കും പാസേജ് ആയിട്ട് ഒരു ഏരിയ പോലും മിസ്സാവുന്നില്ല. ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഹാളിൽ കാണിക്കാനുള്ളത് ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണ്. ഈ സ്റ്റെയർ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി ഒറിജിനൽ വുഡ് അല്ല. ഇത് വുഡൻ ടൈല് കൊടുത്തിട്ട് ഒരു വുഡ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് മാത്രം കൊടുക്കാനായിരുന്നു. അപ്പൊ അതിലേക്ക് ഇൻസെക്ട് എല്ലാം പോയി അത് പിന്നെ വൃത്തികേടാവുന്നത് വേണ്ടിയിട്ട് ഇവിടെ ആക്ച്വലി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി അതിന് നമ്മൾ പ്രത്യേക ഡിസൈനെല്ലാം ചെയ്ത് ഡ്രോയിങ്സ് കൊടുത്ത് ഇതിന്റെ ഈ അളവുകൾ വരെ നമ്മൾ അതിൽ MM മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ലേബേഴ്സിനെ കൊണ്ട് ഇതേ ഇതിൽ ചെയ്തെടുത്തത്. കൂടാതെ ഒരു ഗ്ലാസ് ഹാൻഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ടെഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വളരെ കുറഞ്ഞ ലെങ്ത്തിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാൽ കൂടെ അതിന്റെ മുകളിൽ ഈ ഗ്രാഫയിലും കൂടെ വരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്നാൽ വളരെ എലഗന്റ് ലുക്ക് ഈ ഹാളിന് ഇത് നൽകുന്നുണ്ട്. ഈ ലൈറ്റും ബാക്കിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയ, ഇവിടെ വാഷ് ഏരിയ വളരെ കുറഞ്ഞ സ്പേസിലാണ് നമ്മൾ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്കിൽ ഒരു മിറർ, ബാക്ക് ലൈറ്റ്, കൂടാതെ മൊറോക്കൻ ടൈലും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ അതും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ചെയ്തെടുത്തിട്ടുള്ളത് സാധാരണ ലാൻഡിങ്ങിന്റെ താഴെയാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാറുള്ളത്. ആക്ച്വലി ഇതിന്റെ ലാൻഡിങ് ബാക്കിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഏരിയ നമ്മൾ കിച്ചണിൽ നമ്മളൊരു സ്റ്റോറേജ് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് അതും യൂസ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് സ്ക്വയർ സ്ഥലം പോലും നമ്മൾ എവിടെയും വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇതിൽ അത് ഞാൻ കിച്ചണിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ നമ്മൾ ആ രീതിയിൽ കണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ ഈ ഭാഗത്ത് വരുന്നത് ഇതിൽ താഴെ നമ്മൾ അതും സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവിടുത്തെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അതും സ്റ്റോറേജ് ആയിട്ട് അതും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസിന്റെ കാഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ കിച്ചൺ നമ്മൾ കംപ്ലീറ്റ്ലി പുതുതായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൂടെ ആക്ച്വലി വരാനുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ ആയതുകൊണ്ട് ബഷീർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഓൺ ദ വേ ആണ്. അപ്പൊ കിച്ചണിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഈ കൗണ്ടർ ടോപ്പ് ആണ്. ഇത്
ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നാനോ വൈറ്റ് കൊടുക്കും, നാനോ വൈറ്റ് കുറച്ച് കോസ്റ്റിലാണ്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് നമ്മൾ ഡബിൾ പൗഡർ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് നമ്മുടെ ക്ലയന്റിന്റെ സ്പെഷ്യൽ ഒരു സംഭവമാണ്. നമ്മൾ സിംഗിൾ ഇവർക്ക് ഒറ്റ കിച്ചണേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ വെള്ളം പുറത്തോട്ട് സ്പില്ലാവാൻ ഒരു ചാൻസ് വരുന്നുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു സംഭവം മുകളിലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിനറ്റ്സിലെല്ലാം ഒരു ആഷ് കളർ മൈക്ക ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വുഡൻ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു മൈക്ക കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ആഷ് കളർ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു ബ്ലാക്ക് മെറ്റാലിക് ഫിനിഷിലുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ഡബിൾ ബോൾ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിങ്ക് ഒക്കെ ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ ക്ലയന്റിന് ധാരണ ആദ്യം ഉണ്ടായിരുന്നു. അത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വാട്ടർ ഫിൽറ്റർ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഫുഡ് ആൻഡ് ഹോം ചെയ്തിട്ടുണ്ട്. അത് ഫാബറിന്റെ ഇലക്ട്രിക് ചിമ്മിയും ഫാബറിന്റെ തന്നെ 3 ബർണർ സ്റ്റൗ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആഷ് കളർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ പുറത്തേക്കുള്ള ഡോറ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ താഴെയുള്ള ഏരിയ ഇവിടെ നമ്മൾ ഈ രീതിയിൽ സ്റ്റോറേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് ഏരിയ, ഇത്രയും ലെങ്ത് ആയിട്ടുള്ള 2 മീറ്റർ വിടുത്തുള്ള ഇത്രയും ഏരിയ സ്റ്റോറേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് താഴത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് മുകളിലുള്ള എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ ലാൻഡിങ്ങിൽ നമ്മൾ ഇങ്ങോട്ട് നല്ല വെളിച്ചവും കാറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ലെയർ ചെയ്യുന്ന പോലെ തന്നെ വെർട്ടിക്കൽ ഫീൻസ് കറങ്ങുള്ള ടൈപ്പ് കൊടുത്തിട്ട് അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ലൈറ്റും വെന്റിലേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വെർട്ടിക്കൽ പറകോളക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് നമ്മൾ വിശാലമായ ഒരു ഹാളിലേക്കാണ്. ഇത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഇത് ഇവിടുത്തെ പഴയ ഒരു കട്ടിൽ നമ്മളൊരു സിറ്റിംഗ് സ്പേസ് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മുടെ ക്ലയന്റിന് പ്രത്യേകം അപ്രിസിയേഷൻ അറിയിക്കുന്നുണ്ട്. ഇവർക്ക് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫർണിച്ചർ കൂടെ വരാനുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ താഴെന്ന് പറഞ്ഞ ബാൽക്കണി ഏരിയ നമ്മൾ ഒരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് സ്റ്റഡി ഏരിയ കം വർക്കിംഗ് സ്പേസ് ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് മെഷീനും കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കുറവായിട്ട് തോന്നും, പക്ഷെ ഈ കറക്റ്റ് നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്ക് വെളിച്ചം കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ ഇത് നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം ദൂരെ മാറിയിട്ടുള്ള ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. അപ്പൊ ഡസ്റ്റിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡിംഗ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഇവിടെ നിന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള 2 ബെഡ്റൂമാണ്. ഇവർക്ക് ഒരു മോനും ഒരു മോളുമാണ് ഉള്ളത്. അവർ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് ഇവിടെ ഇല്ല. അപ്പൊ അവിടുത്തെ മോന്റെ ബെഡ്റൂമാണ് ഇത്. അപ്പോൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അത് ഇവർ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നേരത്തെ കാണിച്ച ട്രയാങ്കിൾ വിൻഡോക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കർട്ടനാണ്. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷൈനി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കളർ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര കണ്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു ആഷ് സിൽവർ ഇതായിട്ടുള്ള കുറച്ചും കൂടെ ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓരോ കർട്ടനും ചെറിയ ചെറിയ കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ആ തീമിന് മാച്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ കോട്ട്, ഈ ഡബിൾ കോട്ടിന് 2 സൈഡിലായിട്ടും ചെറിയ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോസ് ഒക്കെ നമ്മൾ കറക്റ്റ് കോട്ടിന്റെ സൈസ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ആദ്യം തന്നെ കൊടുത്തത് കൊണ്ട് ആ സ്പേസ് കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ടോയ്ലറ്റിന്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര കണ്ട് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായ രീതിയിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൽ ക്ലോസറ്റ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഷവർ ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ള ഡോറിന്റെ ഡിസൈനും നല്ല മനോഹരമായിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഗ്രേ കോമ്പോയില് ഇത് ഒരു 20x20 സെന്റിമീറ്ററിൽ ഗ്ലാസ് പീസുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ഒരു ഭംഗി നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത ബെഡ്റൂം കാണാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസാനത്തെ ബെഡ്റൂം. ഇത് കുറച്ചും കൂടെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഫിനിഷസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡ് ടെക്സ്ചർ, ആക്ച്വലി വുഡ് ടെക്സ്ചർ ആണ്, പക്ഷെ ഗ്രീൻ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് താഴെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീഡിയോസ് ഒക്കെ വരാനുള്ളതാണ്. അതുപോലെ തന്നെ അതേ കളർ കോമ്പോയിലാണ്
ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഒരു വുഡ് ടെക്സ്റ്റൈഡ് ആണ്, പക്ഷെ ഒരു ഒലീവ് ഗ്രീൻ വൈറ്റ് കോംബോയിലുള്ള ഒരു വാർഡ്രോബ് സെറ്റാണ്. ഇവിടെ മിറർ വിത്ത് ലൈറ്റ് താഴെ അതിന് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ആവശ്യത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ആണ് ഡബിൾ കോട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട്. ഇത് നമ്മുടെ താഴെയുള്ള കിച്ചണിന്റെ മുകളിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇതിൽ ആക്സിറ്റീസ് പഴയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം നമ്മൾ ഇവിടെ ആ കോട്ട് സ്പേസ് അതിൽ അക്കോമഡേറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറും ക്ലയൻസ് ഇതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കർട്ടനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളറും ആ ഒരു ഒലീവ് ഗ്രീൻ ടച്ച് ഇതിലും വരുന്നുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് നമ്മൾ ഇവിടുത്തെ മോൾക്കാണ് കൊടുക്കേണ്ടത്. അവരുടെ സെലക്ഷൻ ആയിരുന്നു ഈ കർട്ടൺ. അതേപോലെ ഇതിന്റെ കളറൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ടോയ്ലറ്റിലും ആ ഒരു കളർ കോമ്പോ അതിന് മാച്ച് ആവുന്ന രീതിയിൽ സംഭവം വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ കളർ കോമ്പോയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ അല്ല, പല മൾട്ടി കളർ വരുന്നുണ്ട്. ഇത് ഒരു ഹൈലൈറ്റ് വാളായിട്ട് ഒരു പ്രത്യേക ഇങ്ങനെ ടൈൽ ഡിസൈൻ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. വളരെ മനോഹരമായ രീതിയിൽ വീഡിയോയിൽ അത്ര കണ്ട് മനസ്സിലാവുന്നില്ല. നല്ല മനോഹരമായ ഒരു പ്രത്യേക തരം കളർ ടൈലാണ് ഇവിടെ ഈ ഹൈലൈറ്റ് വാളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വാളിന് നിഷ് നൽകി ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഷവർ റെയിൻ ഷവർ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ ഒരു ബാത്ത് സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് മെയിൻ്റെനൻസ് ഇഷ്യൂ എല്ലാം കണക്കെടുത്ത് നമ്മൾ അവർ ഷവർ മാത്രം പിന്നെ ചെയ്യുകയുണ്ടായത്. ഈ വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടൈൽ പാറ്റേണും വളരെ ഡിഫറെന്റ് ആയ രീതിയിലുള്ള ഷവർ പാറ്റേൺ ആണ് ഈ വാളിന് നൽകിയിട്ടുള്ളത്. ഇതിന് മുകളിൽ നമ്മൾ നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ ഈ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയന്റിന്റെ സ്പെഷ്യൽ റിക്വയർമെന്റ് ആയിരുന്നു ഈ ബെഡ്റൂമിൽ അവർക്ക് ഒരു ബാൽക്കണി വേണം എന്നുള്ളത്. വളരെ കുറഞ്ഞ സ്പേസിലാണെങ്കിലും നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കുറച്ച് മണി പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത ഗ്രീൻ ഏരിയയിലേക്കുള്ള ഒരു വ്യൂ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ താഴെ ഇന്റർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ മുകളിൽ കൊടുത്തിട്ടുള്ള വിശാലമായ ബാൽക്കണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ബാൽക്കണി. ആ ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമ്മൾ SS-ന്റെ ഗ്രാബ് ടഫൻ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് വീടിന് പ്രത്യേകത ഭംഗി നൽകുന്നുണ്ട്. അതുകൂടാതെ ഈ വാളിൽ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ സ്റ്റെയർ കേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വിൻഡോ ആണ്. ഇതിൽ നമ്മൾ വാളിൽ കുറച്ച് ഗ്രൂസ് എല്ലാം നൽകിയതോട് കൂടി അത് വീടിന് നല്ലൊരു ലുക്ക് നൽകുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവർക്ക് ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ, അതുപോലെ തന്നെ ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഫാമിലി ഗാദറിങ്ങിനോ അല്ലെങ്കിൽ ഇവർ മാത്രം വീട്ടിലുള്ള സമയത്ത് ഇവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള രീതിയിലാണ് ഇവരെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം നമ്മൾ ഈ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലാബിൽ തന്നെ അത് പ്രത്യേക പ്രൊവിഷൻ നൽകി നമ്മൾ അതിലാണ് ഇത്രയും LED ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ മനോഹരമായ രീതിയിലുള്ള ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബാക്കിലായിട്ട് നമ്മളൊരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ, ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനും ഇവിടെ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കൈ കഴുകാൻ വാഷ് സ്പേസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ബാക്കി അയൺ ചെയ്യാനുള്ള സ്പേസ്, ഒരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചപ്പോൾ വിട്ടുപോയതാണ്, നമ്മൾ ബാൽക്കണിയുടെ മുമ്പിലായിട്ട് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ വെയിലും ചൂടും കാരണം പ്ലാന്റ്സ് കുറച്ച് ഉണങ്ങി പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേക ഇവിടെ ഇരിക്കുന്നവർക്കും വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്നവർക്കും അത് നല്ലൊരു ഭംഗി നൽകുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ റിനോവേഷൻ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായില്ല എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അതുപോലെ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം, കാർ പോർച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ കാർ പോർച്ച് ഒരു ഫാബ്രിക്കേറ്റഡ് കാർ പോർച്ചാണ്. ആക്ച്വലി ഇത് കോൺക്രീറ്റ് അല്ല ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റെബസിന്റെ സ്ക്വയർ ട്യൂബ് വെച്ച് 4 പില്ലർ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് ബോർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രക്ചർ പോലെ ഫീൽ ചെയ്യും. ഇത് ടെമ്പററി സ്ട്രക്ചർ പോലെ ചെയ്തെടുത്തിട്ടുള്ള അത് നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേക ക്രെഡിറ്റ് കൊടുക്കാൻ, നമ്മൾ ബഷീർക്കാർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഇനി ഭാവിയിൽ അവർ EV കാറെല്ലാം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷനും, കാർ വാഷ് ചെയ്യാൻ കാർ വാഷർ, വാക്യൂം ക്ലിയർ ഒക്കെ കണക്ട് ചെയ്യാനുള്ള പവർ സപ്ലൈ പോലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലും ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ അതും ചെയ്തെടുത്തിട്ടുണ്ട്.